വിനോദുണ്ട്. വിനോദ്, ഇന്ന് പോലീസിന്റെ നീക്കം, അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്താണ്? കാരണം ഈ കൊലപാതകത്തിന്റെ ദുരൂഹത നീക്കേണ്ടത് ചോദ്യം ചെയ്യലിൽ നിന്നാണ്. ഇതുവരെയും അതിന് കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യമുണ്ട്. എന്താണ് ഇന്ന് പോലീസിന്റെ നീക്കം? ചോദ്യം ചെയ്യൽ പ്രതീക്ഷിക്കാമോ? സൈത്ത്, ആകെ ഒരു 72 മണിക്കൂറിന്റെ നിരീക്ഷണമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അടുത്ത ദിവസത്തോടു കൂടിയായിരിക്കും ആ സമയം പൂർത്തിയാകുക. പക്ഷേ ഇതിനിടയിൽ പ്രതിയെ ചോദ്യം ചെയ്യുന്നതിനോ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിനോ പോലീസിന് തടസ്സമില്ല. പക്ഷേ ഈ മനോനില വൈദ്യസംഘത്തിന്റെ സഹായത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കൊലപാതകങ്ങൾ നടത്തിയ ദിവസം ഇയാൾ ബാറിൽ പോയി എന്ന വിവരം പോലും വരുന്നുണ്ട്. അതായത് 4 പേരെ തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം ഇതിൽ 3 പേരുടെ മരണം സംഭവിക്കുന്നു. അമ്മയും മരിച്ചുവെന്നാണ് പ്രതി കരുതിയത്. ഈ 4 പേരെ തലയ്ക്കടിച്ച് അതിക്രൂരമായി ആക്രമിച്ച ശേഷം ഇയാൾ വെഞ്ഞാറമൂട്ടിലെ ഒരു ബാറിലേക്ക് പോയി എന്ന വിവരമാണ് ലഭിക്കുന്നത്. അവിടെ മദ്യപിച്ച ശേഷം അവിടെ നിന്ന് മദ്യം വാങ്ങിക്കൊണ്ടുപോവുകയും വീട്ടിൽ കാമുകിയെയും അനുജനെയും വീണ്ടും കൊലപ്പെടുത്തിയ ശേഷം വീട്ടിൽ നിന്നും മദ്യപിച്ചു, അവിടെ പുകവലിച്ചു എന്ന വിവരങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊടും ക്രൂരകൃത്യം ചെയ്യുകയും അതിനിടയിൽ മറ്റ് കാര്യങ്ങൾ കൂടി ചെയ്യുക, അനുജനെ കൊണ്ട് കുഴിമന്തി വാങ്ങാൻ വിളിക്കുക, കാമുകിയെ വിളിക്കാൻ വരിക, ഈ കൊണ്ടുപോകുന്ന വസ്ത്രം രക്തമാകുമ്പോൾ അത് കഴുകി പുതിയ വസ്ത്രം ധരിക്കുക, ഇതിനിടകളിലെല്ലാം ഈ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് 3 സ്ഥലങ്ങളിലായാണ് യാത്ര ചെയ്യുന്നത്. ഏതാണ്ട് 30 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ 3 ഇടങ്ങളിലായാണ് 5 കൊലപാതകങ്ങൾ നടത്തുന്നത്. ഈ ബൈക്കിൽ ചുറ്റിക്കറങ്ങി ഈ ചുറ്റിക ഉൾപ്പെടെ വാങ്ങി സ്വർണം പണയം വെച്ച സ്ഥാപനത്തിലേക്ക് പോകുന്നു. അങ്ങനെ പല ഇടങ്ങളിൽ ചുറ്റിക്കറങ്ങിയുള്ള ഈ കൊലപാതക പരമ്പര. അതുകൊണ്ട് തന്നെ ഈ പ്രതിയുടെ മാനസിക നില കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഡോക്ടർമാരുടെ സംഘം നൽകുന്ന നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം അഫ്സാന്റെ മാതാവിന് ബോധം വന്നിരുന്നു. അവർ ചെറിയ തോതിൽ സംസാരിച്ചു. തലയോട്ടിയിലും താടിയെല്ലിനും പരിക്കുണ്ട്. എങ്കിൽ തന്നെയും കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഈ കട്ടിലിൽ നിന്ന് താൻ താഴെ വീണതാണെന്ന ഒരു മൊഴിയാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ കുടുംബത്തിലെ 5 പേർ മരിച്ച വിവരം, അതിദാരുണമായി കൊല്ലപ്പെട്ട വിവരം ഈ ഫർസാന്റെ അമ്മ അറിഞ്ഞിട്ടില്ല. അഫ്സാന്റെ അമ്മ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു മൊഴി പ്രാഥമികമായി നൽകിയതെന്ന് കരുതുന്നു. ആദ്യം തന്നെ ഇളയ മകനെ കുറിച്ചാണ് അവർ ബോധം വന്നപ്പോൾ ചോദിച്ചത്. പക്ഷേ ആ കുട്ടി കൊല്ലപ്പെട്ട കാര്യമൊന്നും തന്നെ അമ്മയെ അറിയിച്ചിട്ടില്ല. ഇനി അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് 5 ഡിവൈഎസ്പിമാരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. 2 ഡിവൈഎസ്പിമാരുടെ പരിധികളിലുള്ള കേന്ദ്രങ്ങളിലാണ് ഈ സംഭവം നടക്കുന്നത്. ആറ്റിങ്ങലും നെടുമങ്ങാട് ഡിവൈഎസ്പിമാരുടെ പരിധികളിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ഈ കുറ്റകൃത്യം നടന്നത്. അവിടങ്ങളിലെ തെളിവെടുപ്പ്, ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുക, മൊഴികൾ ശേഖരിക്കുക, സാക്ഷിമൊഴികൾ ശേഖരിക്കുക. ഇതിൽ ഒരു കാര്യം വിലയിരുത്തപ്പെടുന്നത് സജിത്ത്, ഈ പ്രതി ഒരു ഭീരുവാണ് എന്ന നിലയ്ക്കുള്ള വിലയിരുത്തൽ. കാരണം തന്നെക്കാൾ കായിക ശേഷി കുറഞ്ഞ ആൾക്കാരെയാണ് ആക്രമിച്ചത്. മനോനില തകരാറുള്ള ഒരാളാണെങ്കിൽ ഏറ്റുമുട്ടലിന് പോകുമ്പോൾ എതിർവശത്ത് നിൽക്കുന്ന ആൾ കരുത്തനാണോ ആരോഗ്യമുള്ള ആളാണോ എന്നൊന്നും നോക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് മാനസിക നിലയ്ക്ക് മറ്റ് തകരാറില്ല എന്ന കാര്യം വിലയിരുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ മദ്യത്തിന്റെ അടിമയായിരുന്നു, ലഹരി ഉപയോഗിച്ചുള്ള കൊലപാതകങ്ങൾ, അത് സാമ്പത്തിക ബാധ്യതയുടെ കാര്യം പറഞ്ഞെങ്കിൽ കൂടിയും ഇങ്ങനെ മദ്യം ഉപയോഗിച്ച് അവിടെയും ഒരു പ്രശ്നമുണ്ട്. മദ്യം ഉപയോഗിച്ചെങ്കിൽ കൂടി പൂർണ്ണമായും അങ്ങനെ ലഹരിക്ക് അടിപ്പെട്ടല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. അതായത് പൂർണ്ണമായും ബോധം നഷ്ടപ്പെട്ട് നടത്തിയ ആക്രമണങ്ങളല്ല, ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. ലഹരി 1 മാസമായി തുടർച്ചയായി മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷേ ഈ ആക്രമിക്കപ്പെട്ട ആളുകളുടെ ഒരു ശാരീരിക ക്ഷമത നോക്കിയാൽ ഇതിൽ മുത്തശ്ശി പ്രായം ചെന്ന ആളാണ്, 80 വയസ്സിന് മുകളിലുള്ള ആളാണ്. അച്ഛന്റെ സഹോദരൻ, അദ്ദേഹം റിട്ടയർഡായ ആളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രായം ചെന്ന ആളാണ്, സ്ത്രീയാണ്. അങ്ങനെ പ്രായമായ ആളുകൾ ഈ ഇപ്പുറത്തെ അയാളുടെ വീട്ടിൽ നടത്തിയ കൊലപാതകങ്ങൾ, ഇപ്പുറത്തെ ആ ഒരു വശം നോക്കിയാൽ അമ്മ സ്ത്രീയാണ്, അവർക്ക് ചെറുത്തു നിൽക്കാനുള്ള കായികമായ വലിയ ശേഷിയില്ല. കാമുകി ഒരു 22 വയസ്സുള്ള പെൺകുട്ടിയാണ്, ഇയാളെ ചെറുത്തു നിൽക്കാനുള്ള ശേഷിയില്ല. മറ്റൊന്ന് ഒരു കുഞ്ഞാണ്, 13 വയസ്സുള്ള ഒരു കുഞ്ഞിനെയാണ്, ഇളയ അനുജനെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. അങ്ങനെ ഇയാളുമായി ചെറുത്തു നിൽക്കാൻ ശേഷിയില്ലാത്ത ആളുകളെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരു ഇരയെ വേട്ടയാടി കൊല്ലുന്ന ഒരാളുടെ പ്രകൃതമാണ്, ഒരു മനോനില ഉണ്ടായിരുന്നു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതല്ലാതെ മനോനില തെറ്റി ഏതെങ്കിലും
ശക്തരായ ആൾക്കാരെടുത്ത് ഈ അച്ഛന്റെ അമ്മയ്ക്ക് തന്നെ 11 മക്കളുണ്ട്, വലിയ കുടുംബമാണ്. ആ കുടുംബത്തിലെ മറ്റാരെങ്കിലും ആക്രമിക്കാൻ ഇയാൾ തയ്യാറായിട്ടില്ല. അതായത് ഇയാൾ ഒരു സാഡിസ്റ്റാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ഭീരുവാണ്. തന്നെക്കാൾ ശേഷി കുറഞ്ഞ ആൾക്കാരെ കൊന്ന് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനൊടുവിൽ താൻ പിടിക്കപ്പെടുമെന്നോ അല്ലെങ്കിൽ ഈ നിയമത്തിന് മുന്നിൽ വരുമെന്നോ പേടിച്ച് ഇയാൾ എലിവിഷം കഴിക്കുന്ന അവസ്ഥയിലേക്കും പോകുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇനിയുള്ള പ്രോസിക്യൂഷന്റെ നടപടി പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നത് തന്നെയാണ് ഈ സ്ത്രീകളെയും കുട്ടിയെയും ഒപ്പം ഒരു വയോധികനായ പുരുഷനെയും ഒക്കെയും ഇങ്ങനെ ഏറ്റവും നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഒരു പ്രതി തന്നെയാണ് നിയമത്തിന് മുന്നിലേക്ക് വരുന്നത്. ഇയാളെ ചോദ്യം ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാമുകിയിൽ നിന്ന് പണം വാങ്ങിയിരുന്നു എന്ന് പറയുന്നു. പിതാവ് ഗൾഫിലാണുള്ളത്. ചില നിയമപ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവിടുത്തെ ചില സാമ്പത്തിക ബാധ്യതകൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് നാട്ടിലെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഏതായിരുന്നാലും ഒരു ജോലിയും ഇല്ലാതിരുന്ന ഒരു യുവാവ് എങ്ങനെയാണ് ഇത്രകാലം ജീവിച്ചത്? ആഡംബര ബൈക്ക് വാങ്ങുന്നു, ആ തരത്തിലുള്ള ജീവിതം നയിക്കുന്നു. ഇതിനുള്ള പണം, ആ പണത്തിന് വേണ്ടി തന്നെയാണ് അത് നൽകാത്ത ആളുകളെ തല്ലിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക് ഇയാൾ എത്തി. ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സൈക്കിൾ വിനോദ് സൂചിപ്പിച്ചതാണ് ആ തരത്തിലേക്ക് അന്വേഷണം പോകേണ്ട കാര്യം. ഡാൻ, ഈ വിനോദ് പറയുന്നത് പോലെ ഇപ്പോൾ ഈ അഫാനെ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഇയാൾക്കൊരു സൈക്കോപാത്ത് സാധ്യതയുണ്ടോ എന്ന അന്വേഷണം തുടക്കത്തിൽ തന്നെ അതിൻ്റെ സൂചന പോലീസിന് മുന്നിലുണ്ട്. അത് ആ തരത്തിൽ നടക്കണം. പക്ഷേ അതിനു മുമ്പായി പോലീസിന് മുന്നിൽ ഇപ്പോഴുള്ള ഒരു സാധ്യത മറ്റ് വിവരശേഖരണം നടത്തുക, ശാസ്ത്രീയ തെളിവുകൾ, CCTV അടക്കം ഈ പ്രതിയുടെ ഓരോ മൂവ്മെന്റുകളും അടക്കം ശേഖരിക്കാം. അവിടെ ഈ മറ്റ് സാധ്യതകൾ ഉണ്ടായോ എന്ന കാര്യമുണ്ടാവാം. അങ്ങനെയുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ? ഇത് സംബന്ധിച്ച് ബന്ധുക്കളുടെ മൊഴിയെടുപ്പോ അല്ലെങ്കിൽ അത്തരം തെളിവ് ശേഖരണമോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കാൻ സാധ്യതയുണ്ടോ? ബന്ധുക്കളുടെ മൊഴിയെടുക്കുക എന്ന നടപടിക്ക് അപ്പുറത്തേക്ക് പോലീസ് കുറച്ചുകൂടി ഗൌരവമായിട്ട് ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആരംഭിച്ചിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഫോർമാറ്റ് ചെയ്ത നിലയിലായിരുന്നു ഈ അഫാന്റെ ഫോൺ, സ്മാർട്ട് ഫോൺ പോലീസിന്റെ കൈകളിൽ ലഭിച്ചത്. ആ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി വിശദമായ പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഇയാളുടെ ബ്രൌസിംഗ് ഹിസ്റ്ററി അടക്കം വിശദമായി പരിശോധിക്കാനാണ് പോലീസിന്റെ നീക്കം. ഒരുപാട് സാധ്യതകൾ, അഭ്യൂഹങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. അതായത് ലഹരി ഉപയോഗിച്ചാണ് ഈ കൊലപാതകം നടത്തിയത്, ലഹരി ഉപയോഗിച്ചതിനു ശേഷമാണ് ഈ കൂട്ടക്കൊല നടത്തിയത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. സാമ്പത്തിക ബാധ്യതയെ തുടർന്നുണ്ടായ പ്രകോപനമാണ് എന്ന് പറയുന്നു. മറുവശത്ത് ഒരു ഡിപ്രഷന് അടിമയായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെയൊരു മാനസികാവസ്ഥയിലേക്ക് ഇയാൾ എത്തിയത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വസ്തുതകൾ കൃത്യമായി കണ്ടെത്തുന്നതിന് വേണ്ടി ഈ അഫാൻ ഉപയോഗിച്ചിരുന്ന സ്മാർട്ട് ഫോൺ അടക്കം പോലീസ് വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫോൺ പരിശോധിക്കുന്നതിലൂടെ ഏറെക്കുറെ ചില വിവരങ്ങൾ ലഭിച്ചേക്കുമെന്നൊരു പ്രതീക്ഷ പോലീസിനുണ്ട്. അതോടൊപ്പം പ്രതി പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പോലീസ് പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. കാരണം ഈ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്ന കാര്യം ആദ്യം തന്നെ പോലീസ് സ്ഥിരീകരിച്ചതാണ്. പക്ഷേ അതിന്റെ ഉത്തരവാദിത്തം അഫാനിലേക്ക് എങ്ങനെ എത്തും എന്നതാണ് ഇപ്പോഴും അവരെ കുഴയ്ക്കുന്ന ഒരു ചോദ്യം. കാരണം ഈ ബാധ്യതകൾ ഉള്ളത് പിതാവിന്റെ പേരിലാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ് അവിടെ തകരുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ സാമ്പത്തികമായി വലിയൊരു ബാധ്യതയിലേക്കും കടക്കണിയിലേക്കും പോകുമെന്നും പിതാവ് തടവറയ്ക്കുള്ളിൽ അകപ്പെടും ഈ വിദേശത്ത് എന്ന തരത്തിലുള്ള ഒരു ആശങ്ക അവർക്ക് എല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നതായാണ് വിവരം. അങ്ങനെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൂട്ട ആത്മഹത്യ എന്നൊരു ദാരുണമായ ചിന്താഗതിയിലേക്ക് ഈ കുടുംബം, അതായത് ഈ ഷെമിയും അതോടൊപ്പം തന്നെ ഈ അഫാനുമൊക്കെ എത്തിയത് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഷെമിക്ക് അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ഭയമായിരുന്നു, വിഷം കഴിക്കാനും അവർക്ക് ഭയമായിരുന്നു. ഏറ്റവും ഒടുവിൽ പിന്നെയുള്ള ഒരേ ഒരു പോംവഴി സ്വന്തം കുടുംബാംഗങ്ങളെ മൃഗീയമായി കൊലപ്പെടുത്തുക എന്നത് തന്നെയാണ്. അങ്ങനെയാണ് അരും കൊലയ്ക്ക് താൻ തയ്യാറെടുത്തതെന്ന തരത്തിലുള്ള സൂചനകൾ അഫാൻ നൽകിയിട്ടുണ്ട്. ഇതിലെ വസ്തുത എത്രത്തോളമാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റ് ബന്ധുക്കൾക്ക് ഈ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു എന്നതിനപ്പുറത്തേക്ക് അഫാന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായ പെരുമാറ്റം കുടുംബാംഗങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്നോ, ഈ കാര്യത്തിലൊന്നും വ്യക്തമായ ഒരു ഉത്തരമില്ല. അത് തരാൻ കഴിയുന്ന ഒരേ ഒരാൾ ഷെമിയാണ്, ഉമ്മ ഷെമിയാണ്. അവർ അപകടനില തരണം ചെയ്ത് വരുന്നതേയുള്ളൂ. ഇപ്പോഴും ഇങ്ങനെ ഒരു വലിയ ദുരന്തമുണ്ടായ വിവരമോ 5 പേർ ആക്രമിക്കപ്പെട്ട് ദാരുണമായി കൊല ചെയ്യപ്പെട്ട വിവരമോ ഒന്നും ഷെമിക്ക് അറിയില്ല. ഈ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ടും അഫാനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മൊഴിയാണ് അവർ പോലീസിന് നൽകിയതെന്ന് പറയുമ്പോൾ എത്രമാത്രം ആ ഉമ്മ ആ മകനെ സ്നേഹിച്ചിരുന്നു എന്നത് കൂടിയാണ് വെളിവാകുന്നത്.